അവർക്ക് എന്ത് പഠിക്കുവാനും അതിലേക്ക് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുമ്പും അൽഹംദുലില്ലാഹ് പാളയം ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പൊതുപരിപാടിയിലേക്ക് വിനീതൻ അൽഹംദുലില്ലാഹ് വന്ന് പങ്കെടുക്കാറുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നീതിയുടെ കാവലാളാവുക എന്ന വിഷയത്തിൽ കുറഞ്ഞ സംസാരം നടത്തുന്നതിന് വേണ്ടി ഇന്ന് വിനീതനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ആമുഖമായി വിനീതൻ ഓതി വെച്ച പരിശുദ്ധമായ ഖുർആൻ ശരീഫ് സൂറത്തുൽ നഹ്ലിലെ 90-ാമത്തെ ആയത്താണ്. അത് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ സുപരിചിതമാണ്. അമലുകളിൽ, ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ്. ആ നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നമസ്കാരമുണ്ട്, ജുമുഅ നമസ്കാരം. സാധാരണ 4 റക്അത്താണെങ്കിൽ അത് 2 റക്അത്താവുന്നത്. കാര്യം മറ്റ് 2 റക്അത്തിൽ ഇമാം 2 ഖുത്ബയോ. എല്ലാ മസ്ജിദുകളിലും എല്ലാ ഖുത്ബയിലും അവസാനമായി നിങ്ങൾ കേട്ട് ശീലമുള്ള ഒരു ആയത്താണ് വിനീതൻ ആമുഖമായി ഓതിവെച്ചത്. അതെന്താണെന്നറിയോ? ഇന്നല്ലാഹ യഅ്മുറുകും ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. വിനീതന് നൽകിയിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ആയത്തായതുകൊണ്ട് തന്നെ അത് ഓതി തുടങ്ങുകയാണ്. ഇവിടെ ഇന്നല്ലാഹ യഅ്മുറുകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു. നിങ്ങളോട് എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. എന്താണ് അവന്റെ കൽപ്പന? ബിൽ അദ്ൽ, നീതി നടപ്പാക്കണമെന്ന്. നമുക്ക് ഒരുപാട് കേട്ട് ശീലമുള്ള ഒരു വാക്കാണ് നീതി എന്നുള്ളത്. അത് പറയുമ്പോൾ എന്റെ സഹോദരന് പെട്ടെന്ന് ഓടിയെത്തുക നമ്മളെ പ്രാദേശിക കോടതിയുടെ തീരുമാനമോ വിധിയോ, അല്ലെങ്കിൽ നമ്മുടെ ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെ വിധിയിലേക്ക് ഓടിയെത്താറുണ്ട് നീതി എന്ന് പറയുമ്പോൾ. കാര്യം അങ്ങനെയൊക്കെ നീതി കൽപ്പിച്ച് പല രീതിയിലും തീരുമാനമെടുക്കുമ്പോൾ, പല പ്രമോഷനുകളും കിട്ടി ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ പക്ഷേ ജനങ്ങൾക്ക് പെട്ടെന്ന് നീതി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകും. ഞാൻ പറയുന്നത് അതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാളയം മസ്ജിദിന്റെ അകത്തളങ്ങളിൽ ഇപ്പോൾ വിനീതനായി ശബ്ദം ശ്രമിക്കുന്ന, പറയുന്ന, എന്നോട് കേൾക്കുന്ന നിങ്ങളോടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നല്ലാഹ യഅ്മുറുകും, നിശ്ചയം അല്ലാഹു മനുഷ്യരെ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. ബിൽ അദ്ൽ, നീതിയോടെ നിങ്ങൾ പെരുമാറണം. നീതി എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, രഹസ്യവും പരസ്യവുമായി അതിന് നിർവചനം പറയുന്നത് ഒരു മനുഷ്യൻ അവന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഇസ്തിമായിരിക്കണം, സമമായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് തഖ്വയും നീതി എന്ന് പറയുമ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് പള്ളിയിലാണ് എന്നാണ്. പള്ളിയിൽ എന്ന് പറയുമ്പോൾ തഖ്വയോടെ കഴിയാം, ഒരു കാര്യങ്ങൾ പരസ്പരം തീരുമാനിച്ച് നീതിയോടെ വിധിക്കാമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. പക്ഷേ അതുമല്ല, നീതി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടത് നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ അയൽക്കാരുണ്ട്, നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ട്. അതിൽ ഏറ്റവും ഇടപഴകുന്ന നമ്മളെ വേണ്ടപ്പെട്ട നമ്മുടെ മക്കളുണ്ടല്ലോ. മക്കളോട് പോലും ഖുർആന്റെ ഈ ആയത്തിന്റെ ഉദ്ബോധനം കൊണ്ട് മക്കളുടെ രക്ഷിതാക്കളോട് പോലും നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നീതി പുലർത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്കിലൂടെ പറയുകയാണ്. നമ്മുടെ മക്കളോട് നമുക്കറിയാം, പല കുടുംബങ്ങളും അവരുടെ ഭീമമായ വസ്തുക്കൾ ഒന്നെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള മകൻ എഴുതി കൊടുക്കാറുണ്ട്. ഒന്നുകിൽ അത് മൂത്ത മകനാകട്ടെ, ഇളയ മകനാകട്ടെ, അല്ലെങ്കിൽ തന്റെ മാപ്പയുടെ സംരക്ഷണത്തിൽ കഴിയുന്നവനാകട്ടെ, അല്ലെങ്കിൽ മാപ്പ എപ്പോഴും അന്വേഷിക്കുന്നയാളാകട്ടെ, അവർക്ക് വേണ്ടിയിട്ട് ചില ഭീമമായ തുകകൾ അല്ലെങ്കിൽ വസ്തുക്കൾ എഴുതി കൊടുക്കാറുണ്ട്. അത് സ്നേഹമായി നമ്മൾ കരുതുന്നു. പക്ഷെ അവിടെയും കൂടി നിങ്ങൾ നീതി നടപ്പാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് നിങ്ങളോട് കൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന മനസ്സിലായി തരുമാറാകട്ടെ. ആയതുകൊണ്ട് ഞാൻ ആമുഖമായി പറയുന്നത് നീതി എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത വേറെ കൊണ്ടാണ് എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയാൽ മതിയായിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട നഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു അവരുടെ സഹാബി, അദ്ദേഹത്തിന്റെ പിതാവ് ചെയ്തു. അദ്ദേഹത്തിന്റെ പിതാവ് വസ്തു ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ നഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന് നൽകി. പക്ഷേ ഈ ഉമ്മാക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്റെ ഉമ്മാക്ക് എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കണം, കാര്യം നീതി നടപ്പാക്കണം. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കണം.
പക്ഷെ ഇത് റസൂലുള്ളാഹിയോട് പറയാതെ ഞാൻ തൃപ്തിപ്പെട്ടില്ല എന്ന് ഉമ്മ പറഞ്ഞു. അങ്ങനെ ചെയ്തു. നുഅ്മാനുൽ ബശീർ റളിയല്ലാഹു അൻഹു ബാപ്പ തന്റെ കൈയെ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ നബിയോട് പറയുന്നു, യാ റസൂലുള്ളാഹ് ഇന്നി നാൽതു അർദി, ഈ നുഅ്മാൻ എന്റെ ഭൂമി ഞാൻ നൽകിയിരിക്കുകയാണ് നബിയെ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അകുല്ലു ഔലാദുകും മനഅത മിസ്ല ഹാദാ, നിങ്ങളെ എല്ലാ മക്കൾക്കും ഇതുപോലെ തുല്യമായിട്ടാണ് നിങ്ങൾ നൽകിയത്? അപ്പോൾ ആ നുഅ്മാൻ റളിയല്ലാഹു അൻഹു പിതാവ് പറയുന്നു, ലാ യാ റസൂലല്ലാഹ്, ഖാല ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ. ആ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട വാക്കേ നബിയുടെ നാവിൽ നിന്ന് വന്നൊരു വാക്ക്. എന്താണ് പറയുന്നത്? ഇത്തഖുല്ലാഹ്, നീ അല്ലാഹുവിനെ ഭയപ്പെടുക. വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ നീതിയോടെ നിങ്ങൾ ജീവിക്കുക. വേറെ ആരെങ്കിലും പറഞ്ഞു മടക്കിയെടുക്കാൻ എന്താണ് നീതിയോടെ നിങ്ങൾ ജീവിക്കാൻ പറയുന്നത്. ഞാൻ ഈ അക്രമത്തിൽ കൂട്ടു നിൽക്കുകയില്ല. ഇതൊരു അക്രമമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ പോലെ നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്ത് യൂസുഫ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഒരു നബിയാണ്. അവരുടെ പ്രിയപ്പെട്ട ഉപ്പ എന്ന് പറയുമ്പോൾ വളരെ മുഖ്ലിസായ മനുഷ്യനാണ്, നീതിമാൻ കൂടിയാണ്. പക്ഷെ ഈ ഒരു തോന്നൽ മക്കൾക്കില്ലായിരുന്നു. ഒരു യൂസുഫിന്റെ സഹോദരങ്ങൾ അവരോടാണ് നമ്മളുടെ ഉപ്പാക്ക് ഏറ്റവും കൂടുതൽ പ്രിയമെന്ന് മറ്റു മക്കൾ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ എന്താ ഉണ്ടായ സഹോദരരെ? ഭയങ്കരമായ അപകടത്തിലേക്ക് ചെന്നിച്ചായി. മകനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കയറി വരും. എന്ത് യഥാർത്ഥം പറഞ്ഞാൽ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും അനീതി ചെയ്തിട്ടില്ല തന്റെ മക്കളോട്. പക്ഷെ ആ ചിന്ത വന്നുപോയി. തന്റെ മകൻ യൂസുഫിനോട് അങ്ങേയറ്റത്തെ സ്നേഹമാണ്. നമുക്കല്ല ഏറ്റവും കൂടുതൽ സ്നേഹം വെച്ചാൽ സകല വിഭവങ്ങളും നന്നായി പോകും. അങ്ങനെ ഒരു സ്നേഹം വരാൻ പാടില്ല എന്ന് അസൂയ കൊണ്ടുകൊണ്ട് ഒരു ചിന്ത മറ്റു മക്കൾക്ക് വന്നു. ചിന്ത വന്നപ്പോൾ ഭയങ്കരമായ അപകടമാണ്. അതുകൊണ്ടാണ് തന്റെ ഒരു മക്കൾക്ക് തന്നെ മുതലിരിക്കുമ്പോൾ വരെയും നീതി നടപ്പാക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെയുള്ള ആളല്ല, നീതിമാനായിരുന്നു. പക്ഷെ ഒരു ചിന്ത വന്നു. ഉമ്മയുടെ ചിന്ത പോട്ടെ, അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന, അങ്ങനെ തന്നെ ചെയ്യുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. തന്നെ സംരക്ഷിക്കുക എന്നതിന്റെ പേരിൽ ഒരു മക്കൾക്ക് മാത്രം എഴുതുക. അതല്ലെങ്കിൽ തന്റെ കൂടെ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ തന്റെ മുതൽ ഒരു മക്കൾക്ക് മാത്രം എഴുതുക. ഇത് അനീതിയാണ്, ഇതൊരു അനീതിയാണ്. അല്ലാഹു ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുമാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട, എന്റെ ജീവിതത്തിൽ ഇതുണ്ടോ എന്ന് നമ്മൾ നോക്കണം. മക്കൾക്കെല്ലാം ഒരുപോലെ എത്രത്തോളം ചുംബനത്തിന്റെ കാര്യത്തിൽ വരെ, ചുംബനത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്താണ് സ്നേഹം പങ്കിടുന്ന മറ്റു വിഷയത്തിൽ വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി പുലർത്തണമെന്നും ആ വിഷയത്തിൽ നീ ഭയപ്പെടണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്നു അവിടെ റസൂലുള്ളാഹിന്റെ അടുത്തിരുന്നു. നബിയുടെ അടുത്തിരുന്നപ്പോൾ ഒരു കുഞ്ഞ് ഓടിക്കൊണ്ട് ഉപചാരം വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഈ മനുഷ്യന്റെ കുഞ്ഞായിരുന്നു. ആ ഒരു കുഞ്ഞു മോനെ കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് ചുംബനം നടത്തിയിട്ട് മടിയിൽ കയറ്റിയിരുത്തി. അനസ് റളിയല്ലാഹു അൻഹു ഇത് കാണുകയാണ്, റസൂലുള്ളാഹി ഇത് കാണുകയാണ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു കുഞ്ഞു മോള് ഓടി വന്നപ്പോൾ ആ കുഞ്ഞിനെ പിടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അദൽത ബൈനഹുമാ, നിങ്ങൾ ഇത്തഖുല്ലാഹ്, ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ നീതി നടപ്പാക്കിയിട്ടില്ലായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ചു. മോനാകട്ടെ മോളാകട്ടെ, ചുംബനങ്ങൾ, സ്നേഹത്തിന്റെ ചുംബനങ്ങൾ, ആ സ്നേഹം പങ്കിടുമ്പോൾ വരെ നിങ്ങൾ നീതി പുലർത്തണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് മറ്റൊന്നും പോകാതെ നമ്മുടെ ജീവിതത്തിൽ തന്നെ വന്നാൽ എത്ര നന്നായി. അല്ലാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ, അല്ലാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. അപ്പോൾ നമ്മൾ നീതിയുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്. നമ്മുടെ പക്ഷക്കാരനോ നമ്മുടെ പാർട്ടിക്കാരനോ നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് ചെന്നിട്ടാണ്. അത് അല്ലാഹുവിനോട് കാണിക്കുന്ന അനീതിയായിരിക്കും. അല്ലാഹുവിനോട് കാണിക്കുന്ന അനീതിയായിരിക്കും. ഒരു കേസ് വന്നാൽ, ഒരു അപകടം നടന്നാൽ നോക്കുമ്പോൾ എന്റെ അനുജന്റെ മകനാണ്, അപ്പോൾ അവന്റെ കൂടെ നിൽക്കാൻ, അവന്റെ നീതി പറയാൻ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നാം മുന്നിലെന്തായാലും അല്ലാഹുവിന്റെ കൽപ്പന തിരസ്കരിച്ചവരാണ്. അതേപോലെ ഒരു പ്രശ്നം വരുമ്പോൾ
എന്റെ ബാക്കിക്കാരനായവരെല്ലാം അവന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ സംഘടനക്കാരാണ്, അല്ലെങ്കിൽ എന്റെ അയൽക്കാരനാണെന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ നിന്നാൽ പരിശുദ്ധമായ ഇസ്ലാം നീതിയുടെ മതമാണ്. നീതിയുടെ കൂടെയാണ് എക്കാലത്തും നിൽക്കുക, എക്കാലത്തും നിൽക്കുക. മഹാനായ അലി റളിയല്ലാഹു അൻഹു പടച്ചക്കവർക്ക് നഷ്ടപ്പെട്ടു. യഹൂദിയുടെ കയ്യിലാണ് വന്നത്. യഹൂദിയുടെ കയ്യിൽ വന്നപ്പോൾ പ്രശ്നമായി. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്റേതാണെന്ന്, യഹൂദിയും പറയുന്നത് തെറ്റേതാണ്. രണ്ടുപേരും വാദിച്ച് തീരുമാനം കാദിയുടെ മുമ്പിലെത്തും. കാദിയുടെ മുമ്പിലെത്തുമ്പോൾ തീരുമാനം ലഭിക്കുന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു ഈ പടച്ചക്ക. പക്ഷേ അലി റളിയല്ലാഹു അൻഹു കോടതിയിൽ അതിനുള്ളതായ തെളിവുകൾ അതിന്റെ പൂർണ്ണമായി ഹാജരാക്കാൻ പറ്റാത്തതിന്റെ പേരിൽ നിയമം അനുസരിച്ച് നീതിപൂർവ്വം ജഡ്ജ് ചെയ്തു യഹൂദിക്ക് തിരിച്ചു. ആരുടെ യഹൂദിക്കുമല്ല ഇത് അലി റളിയല്ലാഹു അൻഹുവിന്റേതാണ്. സഹോദരങ്ങളെ, അവിടെയും തെളിവിന്റെ അഭാവത്തിൽ അങ്ങനെ പിടിച്ചപ്പോൾ ഒരു ചിന്തയും ഒരു പക്ഷപാതവും കാണിക്കാതെ തന്നെ ആ യഹൂദികൾ കൊടുക്കുകയും ചെയ്തപ്പോൾ യഹൂദി ആലോചിച്ച് പറയുന്നു, പരിശുദ്ധമായ ഇസ്ലാം ഇത്രയും മനോഹരമായ നീതി നടപ്പാക്കുന്ന ഒരു മതമാണോ എന്ന് പറഞ്ഞു. നമസ്കാരം കഴിഞ്ഞാൽ നോക്കുകാരല്ലേ നമ്മൾ കുറച്ച് ക്ഷീണിക്കുകയും ഉറങ്ങുകയും ചെയ്യും. എല്ലാവരും കേൾക്കണമെന്ന് വിശ്വസിക്കും. അള്ളാഹു മനസ്സിലാക്കി പറയാം. ഞാൻ ഈ ആമുഖമായി വലിയ ആയിട്ടില്ല, ഇതിനെല്ലാവരുമായി കേൾക്കാറില്ല. ഇതിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടാണ് ഖുർആന്റെ സമഗ്രമാണ് ഈ ആയത്ത്. അതായത് ഖുർആന്റെ ആകെ ചുരുക്കമാണ് ഈ ഒരു ആയത്ത്. റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇസ്ലാം പഠിക്കാൻ വന്ന ഓരോ അവിശ്വാസികൾക്കും നബി ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ആയത്താണ് ഈ ആയത്ത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നിശ്ചയമായും അല്ലാഹു നീതിയോടെ പെരുമാറാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഉപകാരം ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ. അതിനുശേഷം പറയുന്നതറിയോ, വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അക്രമവും മറ്റ് മോശത്തരങ്ങളും നിങ്ങളെ അല്ലാഹു തടഞ്ഞിരിക്കുകയാണ്. എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നീതി നഷ്ടപ്പെട്ടാറുള്ളത്. അപ്പോൾ തന്റെ മക്കളുടെ ഇടയിൽ, അതേപോലെ തന്നെ കുടുംബക്കാരുടെ ഇടയിൽ, അതേപോലെ തന്നെ ഭാര്യയുടെ ഇടയിൽ, ചിലർക്ക് അങ്ങനെയാണ്. ഭാര്യയുടെ ഇടയിൽ വരുമ്പോൾ നമുക്കവിടെ നീതി നടപ്പാക്കാൻ കഴിയില്ല. 1, 2, 3, 4 ഘട്ടങ്ങളിലേക്ക് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. പക്ഷെ അത് മാത്രം പറയും. ആ ആയത്തിന് ശേഷമുള്ളത് നിങ്ങൾക്ക് കഴിവുണ്ട് എങ്കിൽ നിങ്ങൾ അത് ചെയ്തു കൊടുക്കുക എന്ന് ഖുർആൻ പറയുകയും അതിനുശേഷം വന്നത് ആരും ഓർക്കുകയില്ല. എന്താണ്? നീതി കാണിക്കാൻ നിങ്ങൾക്ക് ഭയമാണ്, നിങ്ങൾ ഭയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ ഒരു ഭാര്യ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ. കാര്യം ഭാര്യമാരുടെ ഇടയിൽ നീതി നടപ്പാക്കണം, അവരുടെ മക്കളുടെ ഇടയിൽ നീതി നടപ്പാക്കണം. വളരെ ചിന്തിക്കണം. ഭാര്യമാരുടെ ഇടയിൽ, അതേപോലെ തന്നെ അവരുടെ മക്കളുടെ ഇടയിൽ അങ്ങനെ നീതി നടപ്പാക്കാൻ കഴിയാതെ വന്നാൽ ഒരു ഭാഗം തളർന്നാലായി ചെയ്യാവുന്നതാണ് കടന്നു വരുന്നത്. ഇതാരെക്കുറിച്ചാണ് സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ എന്നെയും നിങ്ങളെയും കുറിച്ച് അല്ലാഹു നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ നമ്മുടെ നീതിയുക്തമായ ഒരു ജീവിതം ഇന്നത്തെ ഈ ചെറിയ ക്ലാസ്സിൽ നീതിയുടെ വാക്ക് നമ്മൾ കേട്ടാൽ ഞാൻ നിങ്ങളും കുറഞ്ഞ രീതിയിലെങ്കിലും നമ്മളിത് പഠിച്ചിട്ട് നീതിപൂർവ്വം നമ്മുടെ കുടുംബബന്ധം പുലർത്താൻ, നമ്മുടെ വസ്തുക്കൾ വിഭജിക്കാൻ, നമ്മുടെ മക്കളെ നോക്കാൻ നമുക്ക് കഴിയുമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുക. അതിന് യാതൊരു അലസതയും വിചാരിക്കരുത്. എനിക്ക് സ്നേഹമുള്ള മകനാണ്, എന്റെ ആളാണ്, എന്റെ അയൽവാസിയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് ഒരു വിഷയമേ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും തലവേദന സൃഷ്ടിച്ച ഒരു കാര്യമാണ്. അതെന്താണെന്നറിയോ? ഒരു സങ്കീർണമായ വിഷയമാണ്. ഒറ്റ ഗോത്രത്തിൽപ്പെട്ട മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷണം നടത്തി. ആ മോഷണം നടത്തിയപ്പോൾ പിന്നെ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് കൈ മുറിക്കും, കട്ടിച്ചു, ശിക്ഷയാണ്. പക്ഷെ ഇത് വളരെ ക്ഷീണമായി തോന്നാൻ പോകുന്നത് ഇത് എങ്ങനെയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ധരിപ്പിച്ച് ഈ ശിക്ഷയിൽ നിന്നും ഇളവുകയാണെന്നുള്ള ആഗ്രഹത്തിൽ അവർ ചർച്ച ചെയ്തു. ഗോത്രക്കാർ, മഖ്സൂമിയായ ഗോത്രക്കാർ, വലിയ തറവാടുകാർ, അവര് ആലോചിച്ചതിന് ശേഷം ഇതിന് പറ്റിയ ഒരാളെയുള്ളൂ. ആരാണ്? ബഹുമാനപ്പെട്ട നബിയുടെ പ്രിയങ്കരനാണ്. നബി എപ്പോഴും സാഹസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഉസാമയോട് പറഞ്ഞാൽ നബിയോടൊന്ന് പറയും. നബിയോട് പറയുമ്പോ നമ്മുടെ വലിയ ഗോത്രത്തിൽപ്പെട്ട ആളല്ലേ
അല്ലാഹു അയച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഉസാമ നബിയുടെ മുമ്പിൽ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയേ, ഇന്ന് നമ്മുടെ ഗോത്രത്തിൽപ്പെട്ട ആ പ്രബല ഗോത്രത്തിൽപ്പെട്ട മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട ആ സ്ത്രീ മോഷണം നടത്തി, പക്ഷെ അത് ശിക്ഷിച്ചാൽ നമ്മൾ ആകെ നാണക്കേടിലാകും. ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കി തരണം. നോക്കൂ സഹോദരൻ, നമ്മുടെ കോടതിയിൽ കേട്ടിറങ്ങുമ്പോൾ, ഒരാൾക്ക് വേണ്ടി കള്ളവാദം നടത്തുമ്പോൾ, കള്ള സാക്ഷി പറയുമ്പോൾ, ഒരു അപകടം നടക്കുന്ന സ്ഥലത്ത് ഓടിയെത്തി എന്റെ ആണാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തെറ്റ് പറയുമ്പോൾ നമ്മൾ ഇതൊന്ന് ചിന്തിക്കണം. അവരൊക്കെ ചിന്തിക്കണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വർണ്ണ വ്യത്യാസം. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുമന്ന് തൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, അല്ലാഹു നിശ്ചയിച്ച നീതി നടപ്പാക്കണമെന്ന് നീതിമാനായ അല്ലാഹു പറഞ്ഞ ആ ശിക്ഷയുടെ പുറത്താണോ നിങ്ങൾ എന്നോട് ശുപാർശയ്ക്ക് വന്നിരിക്കുന്നത്? നബി അവിടെ നിർത്തിയില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അതിനെപ്പറ്റി സമൂഹത്തോട് പ്രസംഗിക്കും. പ്രവാചകൻ പ്രസംഗത്തിന് വേണ്ടി കയറി മിമ്പറിൽ കയറിയതിനു ശേഷം അല്ലാഹു റസൂൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, ജനങ്ങളെ അല്ലാഹു പറയുന്നു, നീതി നടപ്പാക്കണമെന്ന് അല്ലാഹു പറയുന്നു. മഖ്സൂമിയായ ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷണം നടത്തിയപ്പോൾ ശിക്ഷയ്ക്ക് ഇളവ് ചോദിച്ചുകൊണ്ട് വരുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് മുമ്പുള്ള ഒരു സമൂഹം പാടെ നശിക്കാൻ കഴിയും. അവരുടെ വലിയ ഗോത്രത്തിൽപ്പെട്ടവർ, അതായത് കഴിവുള്ളവർ തെറ്റ് ചെയ്താൽ അവരെ വെറുതെ വിടും. മാത്രമല്ല, ബലഹീനരെങ്ങാൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ പിടിച്ച് ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മുമ്പുള്ളവർ നശിക്കാൻ കാര്യമെന്ന് അല്ലാഹു റസൂൽ ഗൗരവത്തോടെ പ്രസംഗം നടത്തി. സഹോദരൻ, ഗൗരവത്തോടെ നമ്മൾ നോക്കില്ല, എത്രയോ നമുക്ക് മുമ്പുള്ള തലമുറകൾ നശിക്കാൻ കാര്യം എന്താണ്? ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം നശിപ്പിക്കാൻ കാര്യം നീതിയില്ലായ്മയില്ലായിരുന്നു. ഒരുപാട് അവരെല്ലാം കള്ളത്തരം ചെയ്തതിന്റെ പേരിലായിരുന്നു. മാത്രമല്ല, മുതലുകൾ വെട്ടിപ്പിടിക്കുകയും ഓരോരുത്തർ അനീതി നടപ്പാക്കുകയും ചെയ്യുമ്പോഴാണ്, എവിടെയും അക്രമം ചെയ്യുമ്പോഴാണ് അല്ലാഹു ശിക്ഷ ഇറക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിക്കാൻ കാര്യം എന്താണ്? അവരിൽ നിന്നും വലിയവർക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ഒഴിവാക്കി വിടും. പാവപ്പെട്ട ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ പിടിച്ച് ശിക്ഷിക്കും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു നിർത്തിയില്ല. ഗൗരവത്തോടെ അല്ലാഹു സത്യം ചെയ്ത് പറയുന്നു, വഅലിമുല്ലാഹി ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതറത് യദഹ. മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തിയതെങ്കിലും അതിൽ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ ഒരു ദയയും കാണിക്കാതെ ഞാൻ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് ലോകത്തിന്റെ നേതാവ് 114 മുമ്പ് ബഹുമാനികളെ നല്ലതുപോലെ തുറന്ന പുസ്തകം പോലെ പകൽ വെളിച്ചം പോലെ നമുക്ക് മനസ്സിലാക്കി തന്നവരാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് നമ്മൾ നീതിയുടെ കാവലാളായിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഹൈക്കോടതിയിലും നമ്മുടെ പ്രാദേശിക കോടതിയിലും ഇല്ലെങ്കിൽ സുപ്രീം കോടതിയിലും ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ഹൈക്കോടതിയിലും ഒക്കെ നമ്മൾ അങ്ങോട്ട് പോയി സമരം നടത്തിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അതിന് യോഗ്യതയുള്ളവരാകണം. നമ്മൾ യോഗ്യരാണോ എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കണം. ഭാര്യമാരുടെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ, അയൽക്കാരുടെ വിഷയത്തിൽ പോലും ചിലർ അയൽക്കാരെ കുറിച്ച് പറയുന്നത് എന്താ? അയൽക്കാരെ കുറിച്ച് ഇങ്ങോട്ട് തരുന്നു, എപ്പോഴും അടുത്തുകൊണ്ടതാണ്, അയൽക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു എന്ന്. അവന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു അയൽക്കാരെ പോലും ശ്രദ്ധിക്കുന്നില്ല. അങ്ങോട്ട് കൊടുക്കാനോ തിരിഞ്ഞു നോക്കാനോ ആ മനുഷ്യന് തന്നെ തയ്യാറല്ല. അപ്പോൾ ബഹുമാനികളെ നമ്മൾ ആലോചിച്ച് നോക്കും, എത്ര ഗൗരവമാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നീതിയോടെ പ്രവർത്തിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ബഹുമാനികളെ, ഇതിന്റെ ശ്രേഷ്ഠതയില്ല. നമ്മൾ നീതിയുടെ കാവലായ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? നമ്മൾ മക്കളോട് നീതി പുലർത്തിയാൽ, നമ്മൾ ഭാര്യമാരോട് നീതി പുലർത്തിയാൽ, അയൽവാസികളോട് സഹോദരങ്ങളോട് നീതി പുലർത്തിയാൽ എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ പക്കൽ എന്താ പ്രതിഫലം കിട്ടുന്നത്? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹ്, നീതി പുലർത്തുന്നവർ അല്ലാഹുവിന്റെ അടുപ്പക്കാരാണ്. എന്തായാലും ആർക്കും ഉപയോഗിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെ അടുപ്പക്കാരാണ്. അവർ മാത്രമല്ല, അലാ മനാബിൽ നൂർ, പ്രകാശത്താലുള്ള ഗോപുരങ്ങളിലായിരിക്കും ഖിയാമത്ത് നാളിൽ. എല്ലാവരും ഉയർത്ത് അരവരെയും കണ്ണുവരെയും ഉയർത്തി പ്രശ്നത്തിലായി കഴിഞ്ഞുകൂടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുത്തിരുത്തി സിംഹാസനത്തിൽ കയറ്റി പ്രകാശപൂരിതമാക്കി നിർത്തുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരാണെന്നറിയോ? ഈ നീതിമാന്മാർ.
നീതി പുലർത്തുന്നവരാണ്. അത്